ഹലോ എവരിവൺ, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലത്തെ ഡിഷല്ല, ഒരു പുറത്തുനിന്നുള്ളതാണ്. ഫിലിപ്പിനോസിൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് അവർ പറയുന്ന പേര് അഡബോങ് സിതാവ് വിത്ത് ബാബോയ് എന്നാണ് കേട്ടോ. അതായത് നമ്മളിത് ഉണ്ടാക്കുന്നത് അച്ചിങ്ങയും പിന്നെ പോർക്കും കൊണ്ടാണ്. പോർക്കിൻ്റെ ബെല്ലി പാർട്ടാണ് കേട്ടോ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നോർമലി. കാരണം അതിൽ നിന്ന് ഫാറ്റ് ഇറങ്ങി വന്നിട്ട് അതിൽ നിന്നാണ് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അച്ചിങ്ങ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എറണാകുളംകാർ അച്ചിങ്ങ എന്നാണ് പറയുക. മറ്റുള്ളവർ ഇതിനെ പച്ചപ്പയർന്നോ പല പേരിൽ അറിയപ്പെടും. ഇംഗ്ലീഷ് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ബീൻ അല്ലെങ്കിൽ യാർഡ് ബീൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമ്മളുണ്ടാക്കുന്നത് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ചിങ്ങ അല്ലെങ്കിൽ പച്ചപ്പയർ അങ്ങനെ എന്ത് വേണമെങ്കിലൊക്കെ പറയാം. ഈ സംഭവം പിന്നെ പോർക്കും വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇതും 200 ഗ്രാമോളം ഉണ്ടാവും. ഇത് ബെല്ലിയാണ് കേട്ടോ, പോർക്കിൻ്റെ ബെല്ലി പോർഷനാണ്. അത് നമ്മളിങ്ങനത്തെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതും പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് സോയ സോസ്. ഓക്കെ, ഈ ഒത്തൻറ്റിക് ഡിഷിൽ കുറേ മാറ്റങ്ങളുണ്ട് ഫിലിപ്പിനോ ക്യുസീനിലുള്ളതിൽ. ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനത്തെ ഇത്രയും നീളമുള്ള പീസുകളായിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം. ആദ്യം തന്നെ എന്താ ചെയ്യാൻ, നമ്മൾ ഈ പോർക്ക് ഉണ്ടല്ലോ, പോർക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ, എണ്ണയൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് ജസ്റ്റ് കുക്കാവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ബെല്ലി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെന്തിട്ട് ഈ വെള്ളം വറ്റി ഇതിൽ നിന്ന് ഇതിലുള്ള ഫാറ്റ് ഇറങ്ങാൻ തുടങ്ങണം. ഓക്കെ, അതുവരെ നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, ഇതിങ്ങനെ വെന്ത് ഇതൊക്കെ ഫുള്ള് വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങാൻ തുടങ്ങും. ആ നെയ്യിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതുവരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെയ്ത് ഇറങ്ങി തുടങ്ങട്ടെ, നമുക്കപ്പോൾ കാണാം. ഇതാ നോക്കൂ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കതുവരെ ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇതാ നോക്കൂ, അത് നെയ്യൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത് ഇങ്ങനെ നെയ്യ് വരുന്നത് കൊണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു വെളുത്തുള്ളി, അത് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി അത് ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. ജസ്റ്റ് അതൊന്ന് അതിൻ്റെ ആ ഫ്രാഗ്രൻസ് ഒക്കെ റിലീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അല്ലെങ്കിൽ പച്ചപ്പയർ അല്ലെങ്കിൽ യാർഡ് ബീൻ, ലോങ് ബീൻ, എന്താണോ നിങ്ങൾ വിളിക്കുന്നത് ആ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ആ പൊട്ടിക്കറി. ഇനി നമുക്കിതിനെ സ്ലോ ആയിട്ട് സിമ്മിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യത്തില്ല കേട്ടോ. അതിന് പകരം സോയ സോസാണ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും, ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരും. ഞാൻ എടുത്ത് വെച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോയ സോസ് നിങ്ങൾ ആദ്യം അല്പം ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സോയ സോസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളെടുക്കുന്ന പോർക്കിൻ്റെയും അച്ചിങ്ങയുടെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൽ മാറ്റം വരിക. ഞങ്ങൾ എറണാകുളംകാരായതുകൊണ്ട് ഇതിന് അച്ചിങ്ങ എന്നാട്ടോ പറയാം. പിന്നെ ഇതിന് സിമ്മിലിട്ട് വേവിക്കണം കേട്ടോ, അധികം ഹൈ ഫ്ലെയിം ഒന്നും പോകണ്ട. അപ്പോൾ ഇത് നമുക്ക് വളരെ മീഡിയം തീയിലിട്ടിട്ട് അച്ചിങ്ങ വേവിച്ചെടുക്കാം കേട്ടോ. അച്ചിങ്ങ വേവുന്നത് വരെയാണ് കുക്കിംഗ് ടൈം. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സോയ സോസൊക്കെ വറ്റി നല്ല ഇതിലെല്ലാതും പിടിച്ചിട്ടുണ്ടാവും. നേരത്തെ ഒരു പച്ചമുളക് എടുത്ത് വെച്ചായിരുന്നല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആ പച്ചമുളക് ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ അതാണ് ഞാൻ അതും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് വീണ്ടും ആ ഒരു സിമ്മിൽ കിടന്നിട്ട് തന്നെ വെന്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ ഡിഷിലുണ്ടല്ലോ, ഒത്തൻറ്റിക് ഡിഷിൽ ഫിലിപ്പീൻസുകാർ ഇതിനകത്ത് ഓയിസ്റ്റർ സോസ്, പിന്നെ ചിക്കൻ പൗഡറൊക്കെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യും കേട്ടോ. ഇതിനകത്ത് സോയ സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ വേർഷനിൽ. അപ്പോൾ ഇത് കുക്കാവട്ടെ കേട്ടോ.
ഇതാ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇതാ കണ്ടോ, നല്ല രീതിയിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല അസാധ്യ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. പൊതുവേ നമ്മൾ ഇന്ത്യൻസോ മല്ലൂസൊക്കെ പ്രത്യേകിച്ച് ഫിലിപ്പിനോ ഡിഷൊന്നും കഴിക്കത്തില്ല. തന്നെ എൻ്റെ ഒരു കൊളീഗ് പരിചയപ്പെടുത്തി തന്ന ഡിഷാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ ട്രൈ ചെയ്തു. അപ്പോൾ പണ്ടത്തെ എൻ്റെ റൂംമേറ്റായിരുന്ന എക്സൺ ഉണ്ട്, അവനിപ്പോൾ കാനഡയിലാണ്. അവനും ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുമ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ടു. അവൻ പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡിഷായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇതിന് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ പോർക്കിൽ നിന്നുള്ള ഫാറ്റ് മാത്രമാണ്, അതിനകത്താണ് നമ്മളിത് മൊത്തം കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഐറ്റം സെർവ് ചെയ്യാണ് കേട്ടോ. നോക്കൂ, ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൂടുതലും ഇത് ജാസ്മിൻ റൈസിൻ്റെ ഒപ്പമാണ് നല്ലത് കേട്ടോ. ജാസ്മിൻ റൈസിൻ്റെ കൂടെ അമേസിങ് ടേസ്റ്റാണ്. അത് ഫിലിപ്പിനോസിൻ്റെ തന്നെ റൈസാണ് ഈ ജാസ്മിൻ റൈസ്. നമ്മൾ മല്ലൂസൊന്നും അധികം ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ചോറിൻ്റെ ഒപ്പം വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. വിചാരിക്കുന്നത് പോലെയല്ല, ഇതിനകത്ത് വലിയ മസാലകളൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ സോയ സോസിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ്, അത് അമേസിങ് ടേസ്റ്റാണ്. അതും പോർക്കും അച്ചിങ്ങയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഐറ്റം സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ, കാണുന്ന പോലെയല്ല ഇത്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും, എൻ്റെ കൊളീഗ് കേട്ടോ കാണിച്ച് എനിക്കിത് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു ഇത് എന്താണെന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ട്രൈ ചെയ്തപ്പോഴത്തേക്കും അമേസിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പൊതുവെ ഒരു പോർക്ക് ഫാനാണ്. പോർക്കും ഒരു പച്ചക്കറിയും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതിൽ പിന്നെ ഞാൻ എപ്പോഴും ഇത് ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡിഷുമായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ജിബെ.